ഫിലിപ്പി 1:29 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സാധാരണ കണ്ടിട്ടില്ലേ 50 ദിവസം ഉപവാസം എടുത്ത് നൊയമ്പ്, നമ്മളെ ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ സമയം വരുമ്പോൾ 50 ദിവസം നൊയമ്പ്, എന്നിട്ട് 50 ദിവസം നൊയമ്പ് എടുത്തിട്ട് 50ാമത്തെ ദിവസം ഉയർക്കാൻ പറ്റാണ്ട് കിടന്നിട്ട് ഉയർപ്പ് ആഘോഷിക്കണ നസ്രാണികളിലല്ലേ ഞാൻ കാണുന്നത്. ഇതാണോ പാരമ്പര്യം? ഈ പാരമ്പര്യത്തിൽ നിന്ന്, ഏത് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ഉയർപ്പ് കിട്ടിയത്? അങ്ങനത്തെ ഒരു പാരമ്പര്യം എവിടെ നിന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്? തോമാസ് ലീഗ പഠിപ്പിച്ചിട്ടുള്ളത്? ഏതെങ്കിലും വിശുദ്ധർ പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ഇത് എവിടെ നിന്നാണ് ഈ പാരമ്പര്യം? എന്ത് പാരമ്പര്യമാണ് ഈ പറയണത്? സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഭിജാത്യം ഉള്ളവരാണെങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്തുവിൻ്റെ ആകുന്നുള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടും ജനിച്ചു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവുക. യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് ഉയർത്തത്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവൻ. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് എന്നിലാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയിലുമാണ്. അവിടെയാണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാകുന്നത്. ആ വീണ്ടും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യപുത്ര ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആചാരങ്ങൾ കണ്ടെത്തും, പക്ഷെ വിശ്വാസം കണ്ടെത്തുമോ? തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലൊക്കെ പറയണില്ലേ, സ്ത്രീകൾ ഉചിതമായ വസ്ത്രധാരണം നടത്തി നടക്കുന്നു. ഒരു വിധമുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ 75% സ്ത്രീകളും ഉചിതമല്ലാത്ത വസ്ത്രധാരണം നടത്തും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശുദ്ധമല്ലാത്ത വസ്ത്രധാരണവും നിർമ്മലമല്ലാത്ത വസ്ത്രധാരണവും കടന്നു പറ്റാതിരിക്കാന്ന് പറയില്ലേ നമ്മൾ. എന്നിട്ട് ഈ ക്രിസ്ത്യാനികളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് വസ്ത്രം തയ്ച്ച് കൊടുക്കുന്നത് ആരാ? UP ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് അത് തയ്ച്ച് കൊടുക്കണേ. നമ്മൾ പോയിട്ടുണ്ടല്ലേ എടുക്കണേ, നമ്മൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തോടല്ലേ മക്കൾ നടക്കണേ. ഈ പുട്ടുമുമ്പത്തിൽ കാലിപ്പെട്ട പോലെയുള്ള ഇങ്ങനെ ഇറുക്കി പിടിച്ചത് ഇട്ടിട്ടും ഇതൊക്കെ ഇട്ട് നടക്കുന്നത്, ഈ വാക്കൊക്കെ കാണിച്ചിട്ട് നടക്കുന്നത്. അത് ആരാണ് അങ്ങനെ നടക്കുന്നത്? ഒരു ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാണാൻ പറ്റുമോ സ്ത്രീകൾ ഇങ്ങനെ ഇറക്കിയിട്ടുള്ള ജാക്കറ്റ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഇറക്കുന്ന കീഴ്പ്പെട്ടൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്നത് പോലെ കാണാൻ, നെറ്റിപ്പട്ടത്തിന് കുമിള വെച്ച പോലെയുള്ള വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നത് അങ്ങനെ കാണാൻ പറ്റില്ല. ഒരു ഹിന്ദുക്കളുടെ കല്യാണത്തിൽ ചെന്നാലും അങ്ങനെ കാണില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ളവർ 25% ഉണ്ടാവുള്ളൂ. നമ്മുടെ 75% മേലെയുണ്ട്. പണ്ടത്തെ അമ്മമ്മമാരുടെ ചട്ടയും മുണ്ടും കണ്ടോ? എത്ര ഉചിതമാണ്, എത്ര മനോഹരം. അവരെ ഞെറി വെച്ച് കൊടുത്തു, അവരെ നിതമ്പം മറച്ചു. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കി വിട്ടുന്നത്, കാണാൻ വേണ്ടിയിട്ടത് എനിക്കത് പറയാൻ കഴിയും. കാരണം ഞാൻ 24 വയസ്സ് വരെ, 25 വയസ്സ് വരെ ഞാൻ സ്ത്രീ വേഷക്കാരനായിരുന്നു. സ്റ്റേജിൻ്റെ മുകളിൽ പെൺവേഷം കെട്ടി ഡാൻസ് കളിച്ചിരുന്നതാ. അപ്പം ഞാൻ ഈ ബ്രസ്റ്റ് വയ്ക്കുമ്പോൾ ഈ ബാക്ക് നമ്മളെ അരക്കെട്ട് ഇതൊക്കെ എങ്ങനെ നിന്നാലാണ് ആണുങ്ങളുടെ കണ്ണിന് ആകർഷണം ഉണ്ടാവുക, 10 രൂപ അവരുടെ കീശയിൽ നിന്ന് കിട്ടുക എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നടന്നേറുന്നതും അങ്ങനെ ചെയ്തേറുന്നതും ആയ ആളാണ് ഞാൻ. അപ്പം ഈ ബ്രസ്റ്റൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ എനിക്കറിയാം. ഇത് എനിക്ക് കാണാനോ എൻ്റെ ഭർത്താവ് വീട്ടുകാരെ കാണാനുള്ളതല്ല, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇറക്കി വെട്ടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതാണോ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്? പൗലോസ്ലീഹ നമ്മുടെ മാതൃക, പാരമ്പര്യം നമ്മൾ മറ്റുള്ളവർക്ക്, ഇനി വരുന്ന യേശുവിലേക്ക് വരുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. ഒരു മാർക്കം കൂടിയ ഏതെങ്കിലും ഒരു മാർക്കം കൂടിയ ഒരു മോളെ മാർക്കം കൂടിയ ഏതെങ്കിലും ഒരു ആൾക്കാരുടെ ടീമിൽ ആൾക്കാർ ലൗകികതയിൽ പെട്ടുപോയെന്ന് കേട്ടിട്ടുണ്ടോ? ഒക്കെ പാരമ്പര്യക്കാരുടെ മക്കളെ പോയിട്ടുള്ള, അതാണ് അവർ പാരമ്പര്യത്തിൻ്റെ തുടരാവകാശം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ പുലമ്പേണ്ടത് പാരമ്പര്യത്തിനെയല്ല, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസ സമൂഹമാണ്, വിശ്വാസികളുടെ സമൂഹമാണ്. നമ്പൂതിരിമാർക്ക് തോമാസ് ലീഗ മാമോദിസ കൊടുത്തിട്ടില്ല. തോമാസ് ലീഗ മാമോദിസ കൊടുത്തത് വിശ്വാസിക്കുക. അത് നമ്പൂരി ആയാലും നായാടി ആയാലും വിശ്വാസിക്കാണ് മാമോദിസ കൊടുത്തത്. നമ്മളെ വിശ്വാസത്തിൻ്റെ മാതൃകയാണ് മുറുകെ പിടിക്കേണ്ടത്, അത് നമ്പൂരിയുടെ പൂണൂലുമ്മലല്ല. അത് അന്ന് അവർ ചെമ്മലിൽ ഒന്ന് ഊരി തൂരി കിട്ടും. പക്ഷെ ഇന്നുള്ളവർ അത് അവർ ഹൃദയത്തിൽ ഇട്ടിട്ട് നടക്കുക. പറയുമ്പോൾ പറയും ഞാനൊരു വിജാതീയ സ്ത്രീനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് പറയും. എന്നോട് എനിക്ക് ഈ തിക്താനുഭവം ഉണ്ടായത് ഞാൻ ഒരു സഹോദരനോട് പങ്കുവെച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാനൊരു വിജാതീയ സ്ത്രീയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അത് മനസ്സിലായോ സഹോദരൻ? അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആട്ടെ താങ്കളുടെ വിജാതീയ സ്ത്രീ ഏത് സമൂഹത്തിൽ പെടുന്നതാണ്, ഏത് സമുദായമാണ്? അപ്പം ബ്രാഹ്മണ സ്ത്രീയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഉണ്ണുമ്പോൾ കോഴിയിറച്ചി എന്ന് പറയണോണം. തോമാസ് ലീഗ മാമോദിസ മുഖ്യ നമ്പൂരിമാരാന്ന് പറഞ്ഞ് ദുരഭിമാനം കൊണ്ട് നടക്കുന്ന
തന്നെ പെട്ടിട്ടുള്ള പറയണേ ഞാൻ വിവാഹം കഴിച്ച് വിജാതിന് അതും ബ്രാഹ്മണ സ്ത്രീയാണ്. അപ്പം എന്താ വിജാതി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിജാതി എന്ന് പറയുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ജനമല്ലാത്ത ഒക്കെയാണ് വിജാതി. അല്ലാണ്ട് തോമസ് മുഖ്യ കൊണ്ട് അത് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. അപ്പം ഞാൻ ആകേണ്ടത് മറ്റുള്ളവരെന്താകണമെന്നല്ല, ഞാൻ എന്താകണമെന്നാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ആ ബോധ്യം കുർബാന സ്വീകരി വന്നിട്ട് മിഴുങ്ങി പോകണം, അങ്ങനെ പോകണം. ആ കൈൻ്റെ അടിയിൽ ശ്രദ്ധിച്ചു നോക്കൂ, എത്ര തരിപ്പൊടി അവിടെ ഉണ്ടാവും. ആരെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കുർബാന സ്വീകരിച്ചിട്ട് ആ പിടിച്ച് ഒന്ന് പോയിട്ട് ചെന്നിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒന്ന് ഇങ്ങനെ നോക്കുക, എത്ര തരിപ്പൊടി അവിടെ കാണാം. അതൊക്കെ താഴ്ത്തി തട്ടി പറിച്ചിട്ട് ഒരു എന്തൊരു ലാഘവത്തില പോണ പോക്ക്. അത് ഞാൻ എത്ര തവണ എൻ്റെ കൈൻ്റെ അടിയിൽ നിന്ന് എനിക്ക് എപ്പോഴും കിട്ടണമെന്നില്ല, എന്നാൽ ഉണ്ടാവും. അധികവും ഭാഗം ഉണ്ടാവും, കയ്യിൽ തരിപ്പൊടി ഉണ്ടാവും. അതും കൂടി ഞാൻ സ്വീകരിക്കും. എന്തിനാ തെറ്റ് ഈശോയ്ക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? അത് ഈശോ ആണ്. അത് ഇങ്ങനെയായിട്ട് വരുന്നത് ദിവ്യകാരണത്തിൽ എടുത്തിട്ട് വെച്ചത് മാത്രമല്ല ഈശോ, നമ്മുടെ കയ്യിലേക്ക് പുരോഹിതം കൊണ്ടുവന്ന് വെച്ച് തരുന്നത് അതും ഈശോ ആണ്. അതിൻ്റെ ഓരോ തരിപ്പൊടി ആരാണെന്ന് മനസ്സിലാക്കണം. അപ്പം ഇത് പിന്നാലെ വരുന്ന ഞങ്ങൾക്കൊക്കെ മാതൃക കാട്ടി തരുന്നവരെ എങ്ങനെ? ഇത് നമുക്ക് എന്ത് മാതൃകയാണ് ഞങ്ങൾ പഠിക്കുന്നത്? ഞാൻ പുറമെയുള്ളവരെ വിധിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ സഭയിലുള്ളവരല്ലേ തിരുത്തേണ്ടത് എന്നാണ് വചനം. ഞാൻ ഇത് പറഞ്ഞാൽ പറയും, അവൻ സഭയ്ക്കെതിരെ പറയണേ, അവൻ ഒക്കെ ഇനി വിമർശിക്കും. ഞാൻ വിമർശിച്ചത് ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ കണ്ണിൽ എൻ്റെ സഹോദരന്മാർ ക്രിസ്തുവിന് ഇഷ്ടമല്ലാത്ത, ക്രിസ്തുവിന് അനുകൂലമല്ലാത്ത, വിശ്വാസത്തിന് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ കാണിച്ച് നടക്കുന്നത് ഞാൻ കാണുമ്പോൾ എനിക്ക് വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും. എനിക്ക് ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണ്. എന്നെ ആരും സ്വന്തം സഹോദരനായിട്ട് അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമല്ല. കർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണെന്ന്. പിന്നെ ഏവൻ എൻ്റെ മോളെ മറക്കാൻ കൂടി എന്ന് പറഞ്ഞാൽ എനിക്കെന്ത്? അതൊക്കെ നെവർ മൈൻഡ്. കാരണം എൻ്റെ ദൈവം യെശയ്യാ 43 നീ എനിക്ക് ബഹുമാനനും പ്രിയങ്കരനും വിലപ്പെട്ടവനുമാണ്. ഞാൻ ഇത് പറഞ്ഞത് എന്തിനാണെന്നുണ്ടെങ്കിൽ, പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറി ഒന്ന് യഥാർത്ഥ ക്രിസ്ത്യാനി ആവുക. ഈ സ്റ്റിക്കർ ക്രിസ്ത്യാനി ആവേണ്ടത് ലേബിൾ സീസൺ അനുസരിച്ചിട്ട് നമ്മൾ ഫ്ലക്സ് വെക്കില്ലേ, അങ്ങനത്തെ ക്രിസ്ത്യാനി ആവേണ്ടത്. കൈതച്ചക്കയുടെ സീസൺ വന്നാൽ കൈതച്ചക്ക തന്നെ ഇങ്ങനെ വരും, കൂർക്കയുടെ സീസൺ വന്നാൽ കൂർക്ക തന്നെ ഇങ്ങനെ, ചെറുനാരങ്ങയുടെ സീസൺ വന്നാൽ ചെറുനാരങ്ങ തന്നെ, നെല്ലിക്കയുടെ സീസൺ വന്നാൽ നെല്ലിക്ക തന്നെ. ഒരു ഇവിടെ ഇത് നോക്കിയാൽ കാണാം, ക്രിസ്മസ് കാലം വന്നാൽ ഒക്കെ ഉണ്ണീശോയുടെ പാട്ടുകൾ മാത്രമായിരിക്കും. ക്രിസ്മസ് ഗാനങ്ങൾ മാത്രം യൂട്യൂബിലൊക്കെ നോക്കി കാണും. അത് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ജൂൺ മാസം വന്ന് പിന്നെ 5 ദിവസം കുട്ടികളുടെ പാട്ടുകൾ മാത്രം. അത് സീസണാണ്. ഒക്ടോബർ എന്നാൽ മാതാവിൻ്റെ മാത്രം, അല്ല ആഗസ്റ്റ് 5 അന്ന് 2 ദിവസം മാതാവിൻ്റെ ഉണ്ടാവും. അപ്പം ഇനി എൻ്റെ വിശ്വാസത്തിൽ ഈ കത്തോലിക്ക തിരുസഭ എന്നുള്ളതാണ്. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയിലുള്ള എല്ലാ വിശുദ്ധരെയും ഞാൻ ഒരുപോലെ മാനിക്കണം. പ്രധാന ദിവസങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ പ്രധാനം കൊടുക്കും. അല്ല ആ മാസം മൊത്തം ആഴ്ച അത് കഴിഞ്ഞാൽ തീർക്കിട്ടു ആഴ്ചയിലൊക്കെ കൊണ്ട് നടക്കുക, അത് കഴിഞ്ഞ് ഉപേക്ഷിക്കുക. അങ്ങനെയല്ല, എല്ലാ കത്തോലിക്ക ഹൃദയത്തിലുണ്ട്. എൻ്റെ ഒരു പാട്ടുണ്ട്, ലത്തീൻ പള്ളിയിലെ പാടുള്ള, മറ്റുള്ള പള്ളികളിലൊന്നും പാടില്ല. അതെന്താ? ഇവിടുത്തെ പാട്ട് ഇവിടെ മാത്രം, അവിടുത്തെ പാട്ട് അവിടെ മാത്രം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ആ ഇതൊന്ന് ആലോചിക്കണം. ഇടനെഞ്ചിലിരുന്ന് ഈ പള്ളിയിൽ പാടരുതെന്ന് പറഞ്ഞ് വിലക്കി. ഇടനെഞ്ചിലിരുന്ന് പാടി എനിക്കാണോ മഹിമ ഉണ്ടാവുന്നത്? അത് പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന പരിശുദ്ധ അമ്മയെ ഭാഗ്യവതിന്ന് പറയാനും യേശുവിനെ നാഥനും രക്ഷകനും ആക്കാനും വേണ്ടി ആ പാട്ട് ഉപയോഗിക്കുന്നത്. ആ പാട്ടിൻ്റെ അവസാന ചാൻസും ശ്രദ്ധിക്കണം. മാതാവിൻ്റെ പാട്ടെന്ന് എല്ലാവരും പറയണം, പക്ഷെ അത് ഈശോയുടെ പാട്ടാ. കാരണം എന്നെ നിൻ മകൻ യേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല, എന്നെ നിൻ മകൻ യേശുവിൽ ചേർക്കാൻ. അപ്പം ഞാൻ എവിടെ ചേരുവാനാണ് ഈ പാട്ട്? മാതാവിൽ നിന്നൊക്കെ തുടങ്ങി വന്ന് അവിടെ ഇവിടെ എത്തിയൊക്കെ വന്നു. പക്ഷെ നമ്മൾ അവസാനിക്കുന്നത് എവിടെയാണ് ചെന്ന് ചേരേണ്ടത്? എന്നെ നിൻ മകൻ യേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല. അപ്പോൾ അല്ലാണ്ട് മാതാവിനെ എടുത്ത് ചെമ്പിലെച്ച് പോക്ക് അവിടെ പോലെ ആടണം, മാതാവാണ് ഏറ്റവും വലുതെന്നല്ല. ഇനി മാതാവിനെ പറയുകയാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയണത്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എലിസബത്ത് അമ്മ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നോണ പറയുമോ? പരിശുദ്ധാത്മാവ് നോണ പറയുന്ന ആത്മാവാണോ? പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടാണ് എലിസബത്ത് അമ്മ പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുള്ള പദത്തിനേക്കാൾ വലിയൊരു പദം മാതാവിനെ പുകഴ്ത്തി പറയാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ അമ്മ. അന്ന് യഹോവേനെ കർത്താവ് എന്ന് വിളിക്കുന്ന കാലത്താണ് എലിസബത്ത് യഹൂദ സ്ത്രീ പറയണത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന്.
അപ്പൊ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. പിന്നെ മധ്യസ്ഥ എന്ന് പറഞ്ഞാലോ സഹരക്ഷക എന്ന് പറഞ്ഞാലോ അതൊന്നും എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞേക്കാൾ വലിയ വാക്കല്ല. അത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് പരിശോധിച്ചാൽ ഏതൊരു ടീം ചോദിച്ചാലും അതിന് ഉത്തരം അതിലുണ്ട്. പക്ഷെ അത് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. ഹല്ലേലൂയ. നമ്മളെ അവളുടെ ചങ്ങല അണിയിട്ട് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കുറേ കാര്യം ഇതുപോലെ കുറേ ഭാഗങ്ങളുണ്ട്. പരിശുദ്ധ നമ്മൾ ജപമാല അല്ലെങ്കിൽ വെന്തിങ്ങ അതൊക്കെ എഴുതിയിടുന്നത് ഇതിലൊക്കെ ക്രിസ്തുവാണ് മഹത്വപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും മാതാവിനെ കത്തോലിക്ക തിരുസഭയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു കപ്പേള കണ്ടാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി എന്നാണ് പറയുന്നത്. ഒരു കുരിശടി കണ്ടാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് പറയുന്നത്. ഇനി ഈ വർഗീസ് പുണ്യാളിൻ്റെ രൂപം കണ്ടാലും അതെ വർഗീസിനും കുന്തത്തിനും കുതിരയ്ക്കും സ്തുതി ആയിരിക്കട്ടെ നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അവിടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് പറയുന്നത്. മാതാവിനെ കണ്ടാലും അതെ വേറെ മാതാവിനെ നാത്തൂനെ കുട്ടികൾക്കൊന്നും പറയണില്ല. പിതാവിനും പുത്രനും എന്തൊരു കാര്യങ്ങളുണ്ടോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയിൽ നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം കൊടുക്കുന്നത് കൊണ്ട് അതൊന്നും വിഗ്രഹങ്ങളല്ല. കാരണം 1 കൊരിന്ത്യസ് 8:10 പറയുന്നത് യഥാർത്ഥത്തിൽ വിഗ്രഹം എന്നൊന്നും ഇല്ല. പിന്നെ 10:20 പറയണ വിജാതിയുടെ ബലിയർപ്പിക്കുന്നത് ദൈവത്തിനല്ല പിശാചിനാണെന്ന് മാത്രം. അപ്പോൾ വിജാതിയുടെ ആരാധനയിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയണില്ല. അങ്ങനത്തെ ഒരു ഭാഗ്യം ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് അത് വിഗ്രഹമായി മാറുന്നത്. എന്നാൽ കത്തോലിക്ക തിരുസഭയിലെ എന്തൊരു കുരിശടിയോ എന്തൊരു സ്റ്റാച്ചുവോ ഏതുണ്ടെങ്കിലും അത് വിഗ്രഹമായിട്ടോ ഒന്നുമില്ല. വിഗ്രഹം എന്നാൽ എന്താണ് അർത്ഥം? ഒരു പദത്തെ അതിൻ്റെ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളുടെ വ്യാപ്തമാണ് അതിൻ്റെ വിഗ്രഹം. അതിൻ്റെ പൊരുളിനെ മനസ്സിലാക്കി തരുന്ന തുടർ പദങ്ങളാണ്, വാക്കുകളാണ് അതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണത്തിന് എൻ്റെ പേര് സുരേന്ദ്രൻ. സുരേന്ദ്രൻ എന്നുള്ളത് വിഗ്രഹിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വിഗ്രഹിക്കുക? സുരേന്ദ്രൻ്റെ വിഗ്രഹം എന്ത്? സുരേന്ദ്രൻ്റെ വിഗ്രഹം അങ്ങനെയല്ല, അതല്ല വിഗ്രഹം. ആ സ്റ്റാച്ചു അല്ല വിഗ്രഹം. സുരേന്ദ്രൻ എന്നത് വിഗ്രഹിക്കുക. മലയാളം പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ 9ാം ക്ലാസ്സിൽ 4 കൊല്ലം പഠിച്ച കാലത്ത് എനിക്ക് നല്ല അറിവാണ്. അത് കാര്യത്തിൽ പറയുകയാണ്. സുരേന്ദ്രൻ എന്നത് വിഗ്രഹിക്കുമ്പോൾ സുരാനാം ഇന്ദ്രഹ യസ്യ സാ സുരേന്ദ്രഹ. സുരാനാം ഇന്ദ്രഹ യസ്യ സാ സുരേന്ദ്രഹ. സുരാനാം സുരന്മാരുടെ, ഇന്ദ്രഹ രാജാവ്, യസ്യ സാ യാതൊരുവനാണോ അവൻ, സുരേന്ദ്രഹ സുരേന്ദ്രൻ അവനാണ് സുരേന്ദ്രൻ ആണോ. ഒരു സുരേന്ദ്രൻ എന്ന ആ പദത്തെ അതിനെ മനസ്സിലാക്കി അതിൻ്റെ പൂർണ്ണരൂപത്തെ മനസ്സിലാക്കി തരുന്ന മറ്റു വ്യാപ്ത അർത്ഥ വാക്കുകളാണ് അതിൻ്റെ വിഗ്രഹം. അതുകൊണ്ട് യഥാർത്ഥ വിഗ്രഹം എന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്ന ഏതൊരു സ്റ്റാച്ചു, കത്തോലിക്ക തിരുസഭയുടെ ഏത് സ്റ്റാച്ചു എത്ര വലുത് ചെറുത് എന്തോ ആവട്ടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മഹത്വം കൊടുക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആണ്. അതുകൊണ്ടാണ് അത് യാതൊരു അർത്ഥത്തിലും വിഗ്രഹം അല്ലാതാകുന്നത്. ഹല്ലേലൂയ.